പരിശുദ്ധമായ ജിബ്രാന എന്ന സ്ഥലം, ഒരു പെണ്ണിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കിലെ ചരിത്രങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പറഞ്ഞു വരും. ഇവിടെ വെച്ചുകൊണ്ട് എന്താക്കാം, നമുക്ക് പരിശുദ്ധമായ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നിർബന്ധമായ ഉംറ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആരുടെയെങ്കിലും പേരിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താക്കാം, അവര് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ട് അവര് വലിയ ഹദിയ ചെയ്യാം. ചെയ്യാത്തവരാണെങ്കിൽ അവരെ പേര് കരുതിക്കൊണ്ട് നമുക്ക് ചെയ്യുന്നതിന് യാതൊരു വിരോധവും ഇല്ല. മരിച്ച കൂട്ടത്തിൽ ഉമ്മയുണ്ടെങ്കിൽ ആ ഉമ്മാന്റെ പേരിൽ മുന്തിക്കൽ ഏറ്റവും ഖൈറാണ്. ഇനി മരിച്ചുപോയ ഭർത്താവിന്റെ പേരിലോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പേരിലോ ചെയ്യുന്നതിന് യാതൊരു വിരോധവും ഇല്ല. ഇൻഷാ നമുക്ക് നിയത്ത് വെക്കാം. ആടുന്നു ഈ നിന്ന ആളുകൾ എന്താക്കുന്നുണ്ട് ശ്രദ്ധിക്കണം. ഇതിന്റെ മുകളിൽ കാണുന്ന എത്ര 50 ആളിന് എത്ര ആളുള്ള 4-5 ആളുകൾ, തുച്ഛമായ ആളുകൾ. ഇതിന്റെ ബാക്കിൽ കൂടി ആര് ഓടി തോറ്റിട്ട് ആര് വലിയ നേതാക്കളാണ് അന്നത്തെ അബൂ സുഫിയാനും ഖാലിദുൽ വലീദും. ഖാലിദുൽ വലീദിന്റെ ചരിത്രം ഒരുപാട് അല്ല തങ്ങളെ ഖാലിദുൽ വലീദിന്റെ ചരിത്രം ഒരുപാട് പറയാനുണ്ട്. കാരണം ഒരു സമയത്ത് യുദ്ധത്തിൽ എന്താക്കുന്നുണ്ട്, ഇങ്ങനെ തെരയുന്നുണ്ട് ആര് മൂപ്പൻ. അപ്പൊ എന്താ തെരയുന്നത്? ഒരു തൊപ്പി തരുന്നു. ചോദിച്ചു എന്ത് കാര്യം നിങ്ങൾ ഒരു തൊപ്പിക്ക് വേണ്ടി ഇങ്ങനെ തരുന്നത്? അത് ഹബീബായ മുത്തുനബിന്റെ ഷഹർ മുബാറക് എന്താക്കുന്നുണ്ട്, മുടി എന്താക്കുന്നുണ്ട് ആ തൊപ്പിന്റെ അകത്തുണ്ട്. ആ തൊപ്പിയുള്ള കാലത്തോട് ഞാൻ എന്താക്കിയിട്ടുണ്ട്, എല്ലാ യുദ്ധത്തിലും വിജയിച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ തൊപ്പി കാണുന്നില്ല, അതുകൊണ്ട് എന്താക്കുന്നുണ്ട് ഞാൻ തിരയുകയാണെന്നാണ് ഖാലിദ്. പിന്നെ എന്താക്കി ഇസ്ലാമായിട്ടില്ല, അന്ന് ഇസ്ലാമായിട്ടില്ല, മനസ്സിലായില്ലേ? ഉഹുദിൽ എന്താക്കിയിട്ടില്ല, ഇസ്ലാമായിട്ടില്ല. അങ്ങനെ അബൂ സുഫിയാൻ ഇങ്ങനെ പോന്നപ്പോ ഖാലിദ് വലീദ് പറഞ്ഞ അബൂ സുഫിയാനോട്, റസൂലുള്ളാഹി നോക്കാൻ പറഞ്ഞ ആരും കാണുന്നില്ല, നമുക്കൊന്ന് മെല്ലെ നോക്കിയെങ്കിൽ എന്തെന്ന് പറഞ്ഞ് എന്താക്കുന്നുണ്ട്, അതാ അവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മിസ്അബ് ഇബ്നു ഉമൈർ ആദ്യം കൊന്നു. റസൂലുള്ളാഹിനെ പോലെ തന്നെയാണ് എന്താക്കുന്നത് മിസ്അബ് തങ്ങൾ ഏകദേശ രൂപം. ചില അങ്ങനെ പറ്റി പോന്നു, നമുക്ക് ഇരട്ട മക്കളെല്ലാം അല്ലേ? അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈയിനെയും കാലിനെല്ലാം ഒരേപോലെ സൃഷ്ടിച്ചു. പക്ഷെ മുഖം എല്ലാവരും വ്യത്യാസം. ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും മുഖം വ്യത്യാസം. ഇന്ത്യക്കാർ വേറെ, ഇന്തോനേഷ്യക്കാർ വേറെ, അല്ലേ അല്ലേ അല്ലേ? അള്ളാഹുവിന്റെ വലിയൊരു കാരുണ്യം നോക്ക്. അപ്പൊ പറഞ്ഞു വന്നത് ഇൻഷാ അല്ലാഹ് അങ്ങനെ. അപ്പൊ കൊന്നിട്ട് എന്താക്കുന്നുണ്ട്, ഒരു ഇച്ചിങ്ങോട്ട് കയറി നമ്മ നോക്കാന്ന് അറിഞ്ഞിട്ട് എന്തായാലും തോക്കാൻ ജയിക്കാന്ന് അറിഞ്ഞ് വന്നിട്ടാകുമ്പോ ഇവരെല്ലാം ഇങ്ങനെ എന്താക്കുന്നുണ്ട്. അപ്പൊ യുദ്ധത്തിൽ എന്താക്കുന്നുണ്ട്, റസൂലുള്ളാഹി കൊല്ലപ്പെട്ടു എന്നുള്ള വർത്തമാനം കേട്ടു. അപ്പൊ എന്താക്കുന്നുണ്ട്, ഒരു പെണ്ണ് ഓടി വന്ന് മദീനത്ത്, യാ അല്ലാഹ് എന്റെ ഹബീബായ മുത്തുനബി അതാ ഷഹീദായി പോയാലും. അപ്പൊ ആൾക്കാർ പറഞ്ഞു, ഉമ്മ എടക്ക് പോന്ന ഉമ്മ, നിങ്ങളെ മാപ്പിള വെച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്? എന്റെ മാപ്പിള വെച്ചൊക്കെ പ്രശ്നമില്ല, എനിക്ക് എന്താക്കണം, എന്റെ ഹബീബായ മുത്തുനബിനെ കാണണം. പിന്നെ ഓടുന്നുണ്ടാവും ഉമ്മ. രണ്ടാമത് ഉഹുദ് രണ്ടാം. കാരണം റസൂലുള്ളാഹി തങ്ങൾ കയറിയ മല അതാണിത്. ഞാൻ പറഞ്ഞില്ലേ, 4 ഒന്നിച്ച് കയറിയപ്പോ മല വിറക്കാൻ തുടങ്ങിയപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉഹുദേ വിറക്കാൻ പാടില്ല, ഇതാ നിന്റെ മുകളിലിരിക്കുന്ന ഒരു നബിയും ഒരു സിദ്ദീഖും 2 ശുഹദാക്കളും. ആ മലയാണിത്. ഇത് നാളെ സ്വർഗത്തിൽ നമ്മളെ സ്വീകരിക്കുന്ന മലയാണ്. സ്വർഗത്തിൽ നമ്മളെ വെൽക്കം ചെയ്യുന്ന മലയാണിത്. ഇത് അള്ളാഹു എന്നാണ് ഈ മലയെ അള്ളാഹു തആല ആ രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഈ ചുറ്റുഭാഗം മുഴുവനും യുദ്ധം നടന്ന സ്ഥലമാണ്. കാരണം ഇപ്പൊ എന്താക്കുന്നുണ്ട്, മദ്രസ ആയിട്ടുണ്ട്, പള്ളി ആയിട്ടുണ്ട്. ഇതെല്ലാം 1400 കൊല്ലം പിന്നെ ഹബീബായ മുത്തുനബിയും സഹാബത്തും അതാ മുശ്രിക്കുകളുമായിട്ട് ഏറ്റുമുട്ടിയ ഉഹുദിന്റെ അതാ വലിയൊരു സ്ഥലമാണ് ഇത്. റസൂലുള്ളാഹി തങ്ങളെ യുദ്ധം നോക്കാൻ വേണ്ടിയിട്ട്, വീക്ഷിക്കാൻ വേണ്ടിയിട്ട് 50ഓളം അമ്പെയ്ത്തുകാരായ സഹാബാക്കളെ നിർത്തിയത് ആ മലമുകളിലായിരുന്നു. അതിന്റെ പേരാണ് ജബൽ റുമാത്ത്. കണ്ട ആൾക്കാർ കയറുന്ന മല, കഴിഞ്ഞ ആൾക്കാർ കയറാം. ജബൽ റുമാത്ത് എന്നാണ് ആ മലക്ക് പറയുന്ന പേര്. അവിടെ നിർത്തിയിട്ട് എന്താക്കുന്നുണ്ട്, യുദ്ധത്തിൽ അള്ളാന്റെ റസൂലും സഹാബത്തും വിജയിച്ചിട്ട് ആയുധങ്ങളെല്ലാം താഴെ വെച്ച് ഗനീമത്ത് സ്വത്ത് ഓഹരി വെക്കുന്ന ആ വലിയൊരു കാര്യത്തിൽ ഏർപ്പെട്ടപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരുന്നു, യാതൊരു നിലക്ക് എന്താക്കരുത്, എന്റെ അനുമതി കൂടാതെ നിങ്ങൾ മലമുകളിൽ നിന്ന് ഇറങ്ങി വരാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരു പറ്റം സഹാബാക്കൾ ഇങ്ങനെ ചർച്ചയാക്കി, എന്നെ ഉസ്താദ് 5:30 വന്നത്, ഇപ്പൊ ഒരു സമയം 5:15 എന്നിട്ട് ഉസ്താദിനെ കാണുന്നില്ല, നമുക്ക് പോവാം. പക്ഷെ കുറച്ചാൾക്കാർ എന്താക്കി 5:30 വരെ എന്താക്കി കുറച്ച് നിന്നാടെ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിയിട്ടുണ്ട്, ഷാഫിഈ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ജബൽ റുമാത്തിൽ ഞങ്ങൾ എന്തായാലും കുറച്ച് നിൽക്കുന്ന റസൂലുള്ളാഹിന്റെ അനുമതി കിട്ടാതെ ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല.
എന്നാലും പ്രശ്നമില്ല. മൂന്നാമത് ഓടുന്നു. ആ സമയത്ത് ചോദിക്കുന്നു, നിങ്ങൾ ആങ്ങളെ മരിച്ചു പോയിട്ടുണ്ട്, ആര് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, എന്റെ ഹബീബായ മുത്തനബി കൊല്ലപ്പെട്ട് എന്താക്കുന്നുണ്ട്, മദീനയിൽ ഒരു കിംവദന്തി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതുകൊണ്ടാണ് വരുന്നത്. ആ സമയത്ത് ആ സഹാബാക്കൾ പറഞ്ഞു, ഓ ഉമ്മ, അതാ അള്ളാന്റെ റസൂല് ഒന്നും പറ്റിയില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ പൊട്ടിയ സ്ഥലമാണ് അതാ ആ പാറന്റെ അടുത്ത്. ആ പാറ ഒരു കഷ്ണമായിട്ട്, ആ പാറ രണ്ട് പൊളപ്പായിട്ട്